ഭഗവാനെ രക്ഷിക്കണേ. വന്ന് നോക്കുമ്പോ ഒന്നിനും ഒരു കുറവ് തോന്നരുതേ. അളിയോ, ഇതിപ്പോ ആകെ മൊത്തം നോക്കിയാൽ ഒരു വിദേശ പര്യടനത്തിലുള്ള കെട്ടുംപെട്ടും ഉണ്ടല്ലോ. പൊന്നളിയ മിണ്ടിയേക്കല്ലേ, ഇതെല്ലാം അമ്മയുടെ ചിട്ടയാ. ഇല്ല ഈശ്വരല്ലേ? അവിടുത്തെ നടപടിക്രമം ഒന്ന് വേറെ. അത് ഹൈക്കോടതിയാ. ഈശ്വരപ്പിള്ളേ, ഉത്തരവ് വരുന്നേ. എന്റെ സൂട്ട് കേസ് മുറിയിലുണ്ട്, എടുത്തോണ്ട് വരും. ഉത്തരവ്. എന്താ മോളെ, എല്ലാം ആയില്ലേ? ആയെന്ന് തോന്നുന്നമ്മേ. പാത്രങ്ങളെല്ലാം കഴുകി അടുക്കി വെച്ചോ? വെച്ചു. അടുക്കള പൂട്ടിയോ? പൂട്ടി. നീ ഇന്ന് തന്നെ വീട്ടിൽ പൊയ്ക്കോളൂ, ഞങ്ങൾ തിരിച്ചു വന്നിട്ട് വിളിപ്പിക്കാം. ശരി കൊച്ചമ്മേ. ഞാൻ ആ മീനാക്ഷി അമ്മ ഒന്ന് കണ്ടിട്ട് വരാം. ഈശ്വരപിള്ളേ, ഇതെല്ലാം വണ്ടി കയറ്റിക്കോളൂ. ഉത്തരവ്. അമ്മ ഇപ്പോഴും ജഡ്ജിയാണെന്നാ ഈശ്വരയുടെ വിചാരം. രണ്ടുപേരും പെൻഷനായി, എന്നിട്ടും കോടതിയിലെ ചിട്ട മാറിയിട്ടില്ല. മരിക്കുന്നത് വരെ അത് മാറ്റാൻ ഒക്കുവോ? കൊച്ചമ്മ വക്കീലായപ്പോ ഞാൻ ഗുമസ്തനായിട്ട് കൂടിയതാ. മേലോട്ട് പോയപ്പോഴൊക്കെ എന്നെ കൂട്ടത്തിൽ കൊണ്ടുപോയി. ഹൈക്കോടതി ജഡ്ജി ആയപ്പോൾ ഞാൻ അവിടുത്തെ ശിപായിയായി. പെൻഷൻ പറ്റി പോന്നപ്പോ എന്നെയും കൂട്ടത്തിൽ കൊണ്ടുവന്നു. ആ വാ എടുത്തോ. ഇതോ? അത് ഞാൻ എടുത്തോളാം. മീനാക്ഷിയമ്മേ, ഞാനൊരു യാത്രക്ക് പോവുക. എങ്ങോട്ടാണാവോ? ബിന്ദുവിനെയും സുലോചനയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഉണ്ണികൃഷ്ണൻ വന്നത്. പക്ഷെ ഇവളെ പിരിഞ്ഞു നിൽക്കാൻ ഒരു വിഷമം. എങ്കിൽ ഞാൻ കൂടി അങ്ങ് പോയേക്കാന്ന് വെച്ചു. മുത്തശ്ശിയുടെ പുന്നാര മോളല്ലേ, കാണാതെ കഴിയാൻ പറ്റുമോ? അപ്പോ എന്നാണാവോ മടക്കം? സുലോചനയുടെ കോളേജ് തുറക്കുന്നതിന് മുമ്പ് തിരിച്ചു പോരും. അതുവരെ ഇവിടെ ഇരുന്നോണ്ടാണെങ്കിലും അങ്ങോട്ടൊക്കെ ഒരു നോട്ടം വേണം. അയ്യോ, അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയണോ? എന്നാ ഞാൻ വരട്ടെ. അങ്ങനെ ആട്ടെ. പോയിട്ട് വാ മോളെ. വാ മോളെ. അമ്മോ, എന്താ മമ്മേ? അരി ഇട്ടോ മോളെ? ഇട്ടു. ഇന്നലത്തെ പോലെ വെന്തു പോകാതെ നോക്കിക്കോളണേ. നോക്കിക്കോളാം. എല്ലാം ഭദ്രമായി വെച്ചോ? അപ്പൊ പുറപ്പെടല്ലേ മോളെ? ബാലനോട് പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഓഫീസ് ടൈം കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോരണം. ശരിയമ്മേ. എണ്ണയും കുഴമ്പും അലമാരയിലുണ്ട്. ഊണിന് ശേഷം കഴിക്കാനുള്ള മരുന്നും ഉണ്ട്. ഊണും കാപ്പിയൊക്കെ ഈശ്വരപ്പിള്ള ഹോട്ടലിൽ പോയി വാങ്ങിച്ചോണ്ട് വരും. നീ പോകരുത്. ഞാൻ ഹോട്ടലിൽ പോവാമേ. നല്ല കാര്യമായി. ഈശ്വരപ്പിള്ളേ, ഉത്തരവ്. ഇവന്റെ ദിനചര്യകളുടെ ടൈം ടേബിൾ ഞാൻ എഴുതി തന്നത് എവിടെ? പോക്കറ്റിൽ തന്നെ ഉണ്ട്. ആ, അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയുമായി നടത്തണം. ഉത്തരവ്. ആ, എന്നാ നമുക്ക് പോവാം. ചേർമോളെ. അല്ലയോ, പോട്ടെ. ശരി. എന്റെ പൊന്നു കുഞ്ഞെ, തെക്കേടത്ത് മഠത്തിൽ അയ്യപ്പൻ പിള്ള ഈശ്വരൻ പിള്ള ഹാജർ. കേരളത്ത് ഇനി വന്നേ. ആ, ഈ കൂട്ടി കയറി നിൽക്കൂ. നിന്നെ. അല്ലയോ ഈശ്വരപിള്ളേ? ഉത്തരവ്. ഇത് വെക്കേഷൻ കോടതിയാണ്. എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഓർത്തിച്ചോളൂ, പരിഹരിക്കാം. ഈശ്വരപിള്ളയ്ക്ക് വലിയൊരു സങ്കടമുണ്ട്. ഭാര്യയും കുഞ്ഞുങ്ങളെയും കണ്ടിട്ട് 6 മാസമായി. പോയി കണ്ടോളെ ദുഷ്ട. അതിനിവിടെ ടൈം ടേബിൾ വന്നിട്ട് പോയിരിക്കുകയല്ലേ. ആ ഉത്തരവ് നാം റദ്ദാക്കിയിരിക്കുന്നു. താൻ നാട്ടിൽ പോയി ഭാര്യയോടും മക്കളോടും ഒന്നിച്ച് താമസിച്ച് അമ്മ വരുന്നതിന് 2 ദിവസം മുമ്പ് വന്നാൽ മതി. കുഞ്ഞേ, ഷടപ്പ്. കോടതി കുഞ്ഞോ? എന്റെ പൊന്നു കുഞ്ഞെ, കൊച്ചമ്മ അറിഞ്ഞ എന്നെ കൊല്ലും കേട്ടോ. അമ്മ അറിയില്ലടോ. താൻ ധൈര്യമായിട്ട് പോകും. കുഞ്ഞിന് മോക്ഷം കിട്ടും. ഉറപ്പാണോ? ഉറപ്പാ. ആ, എങ്കിൽ ഇരിക്കട്ടെ. മോക്ഷമല്ലേ. അപ്പൊ ഞാൻ എന്റെ പെട്ടിയൊക്കെ ഒന്ന് അടക്കി വെച്ചിട്ട് വരാം. ആ.
അല്ല ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? ബിന്ദുവൾ മുത്തച്ഛന്റെ അടുത്ത് വാ. അപ്പൊ മോക്ക് മുത്തച്ഛി മതി, മുത്തച്ഛനെ വേണ്ട അല്ലേ? മോളെ അമ്മൂമ്മയുടെ അടുത്ത് വാ. അവൾ അമ്മയുടെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ, എപ്പോഴും അമ്മയുടെ കൂടെ തന്നെയാ. താനാണ് ഇവിടുത്തെ തോട്ടക്കാരൻ? ആന്നേ. ഈ ചെടികളൊക്കെ കാട് പിടിച്ചു നിൽക്കുന്ന കണ്ടില്ലേ? ഇയാള് ശ്രദ്ധിക്കുന്നില്ലെങ്കിലും രാജലക്ഷ്മി അമ്മയ്ക്കെങ്കിലും ഒരു ശ്രദ്ധ വേണ്ടേ? വീടിന്റെ മുമ്മശം കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? തമ്പിയും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാത്തതാണ് കഷ്ടം. രാധികേ, നീ പരീക്ഷയ്ക്കൊക്കെ നല്ലപോലെ എഴുതിയോ? ഞാൻ ഇപ്രാവശ്യം എഴുതിയില്ല ആന്റി. വൈ? തോറ്റു പോകുന്നു പേടിച്ച് അവൾ പരീക്ഷയ്ക്ക് പോയില്ല. തോൽക്കാൻ കാര്യം? കുട്ടികൾ നല്ലപോലെ പഠിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ചുമതല രക്ഷകർത്താക്കളുടേതാണ്. നിങ്ങളോടും ഇതൊക്കെ പറഞ്ഞു തരണം. കഷ്ടം കഷ്ടം. രാവിലെ ആരാ തിണ്ണ തൂത്തത്? നിറച്ച് മണ്ണാണല്ലോ, ഒരു ശ്രദ്ധയേ ഇല്ല. തമ്പി, ഇതാരാ ഒരു പുതിയ കക്ഷി? നമ്മുടെ സ്വന്തം കക്ഷി തന്നെയാ, എന്റെ അനന്തരനാണ്, വേണുഗോപാൽ. ഇവിടെ വരൂ. ഈ ബുക്കുകളൊക്കെ എന്താണ്? കണക്കുകളാണ്. ഉണ്ണികൃഷ്ണന് കോടതിയിലൊക്കെ പോകണ്ടേ, അതുകൊണ്ട് എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് വേണുവാണ്. ഓഹോ, പുതിയ അപ്പോയിന്റ്മെന്റ് ആണല്ലേ? ആർ യു ഗ്രാജുവേറ്റ്? യെസ്. ഹാൻഡ് റൈറ്റിംഗ് തീരെ മോശമാണല്ലോ, കുറച്ചുകൂടി ശ്രദ്ധിക്കണം. രാജലക്ഷ്മി അമ്മേ, ആ ജോലിക്കാരെങ്കിലും വിളിപ്പിച്ച് ഈ ലൈറ്റിലെ ചുക്കുലി ഒന്ന് തുടപ്പിച്ചൂടെ? ചേച്ചേ, ഒന്നിനും ഒരു ശ്രദ്ധയില്ലാതായാലും എങ്ങനെയാ? തമ്പി, എവിടെയാണ് എനിക്കുള്ള മുറി? മോളെ, ആന്റിയെ വിളിച്ചോണ്ടു വരൂ ആന്റി. വാ മോളെ. എ സിയും ഹീറ്ററും ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ? ഉണ്ട് ആന്റി. വെരി ഗുഡ്, വെരി ഗുഡ്. സാർ, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യം സാറിനെ ഓർമ്മപ്പെടുത്തണമെന്ന് മിസ്റ്റർ മേനും ഫോൺ ചെയ്തിരുന്നു. കോൺട്രാക്ട് പറഞ്ഞതുപോലെ പണി പൂർത്തിയാകുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുത്തയക്കുമെന്ന് പറഞ്ഞേക്കൂ. സാറിനെ കാണാൻ അയാളൊന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, വരട്ടെ.